നമസ്കാരം, ഞാൻ ബാബു PM KNK ഇൻഷുറൻസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് LIC ഓഫ് ഇന്ത്യയുടെ സ്മാർട്ട് പെൻഷൻ എന്ന പ്ലാനിനെ കുറിച്ചാണ്. ഇതൊരു ഇമ്മീഡിയറ്റ് ആനുവിറ്റി പ്ലാനാണ്. ആനുവിറ്റി മീൻസ് പെൻഷൻ. നമുക്കൊരു ലംസം എമൗണ്ട് ഒന്നിച്ച് ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം ജീവനാന്തം പെൻഷൻ മേടിക്കാൻ പറ്റുന്ന ഒരു പ്ലാനാണിത്. ആനുവിറ്റി മീൻസ് പെൻഷൻ. ഇതിനകത്ത് മിനിമം 1 ലക്ഷം രൂപ മുതൽ അൺലിമിറ്റഡ് എത്ര വേണമെങ്കിലും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഈ ഒരു പ്രസൻറ്റേഷനിൽ ഞാൻ ഏതാണ്ട് 18-20 സ്ലൈഡ്സോളം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. എന്നാൽ ആദ്യത്തെ ഒരു 3-4 സ്ലൈഡ് ഞാൻ സ്ക്രോൾ ചെയ്ത് പോകത്തേ ഉള്ളൂ. അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. അതിനെക്കുറിച്ച് ബ്രീഫ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ സമയം വേസ്റ്റ് ആകത്തേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങളത് ഈ വീഡിയോ പോസ് ചെയ്ത് കണ്ട് മനസ്സിലാക്കിയാൽ മതി. ഇതിനകത്ത് ഏതാണ്ട് 14 സിംഗിൾ ലൈഫ് ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ 7 ജോയിൻറ്റ് ലൈഫ് ഓപ്ഷൻസും ഉണ്ട്. ഈ ഒരു പ്ലാൻ പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പ് ഓരോ പ്ലാനിനെ കുറിച്ചും ഓരോ ഓപ്ഷനെ കുറിച്ചും നിങ്ങൾ വളരെ ഗഹനമായിട്ട് മനസ്സിലാക്കി ഒരു ഡിസിഷൻ എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നിങ്ങൾക്ക് ഏത് ഓപ്ഷൻസാണ് ഇഷ്ടപ്പെട്ടതും അതിനെക്കുറിച്ച് നിങ്ങളുടെ ഏജൻറ്റുമായിട്ട് വീണ്ടും ഡിസ്കസ് ചെയ്ത് അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് മനസ്സിലാക്കിയതിന് ശേഷം വേണം ആ പ്ലാൻ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യേണ്ടത്. ഇതിനകത്ത് മിനിമം നമുക്ക് മാസം തോറും കിട്ടേണ്ട പെൻഷൻ എന്ന് പറയുന്നത് 1000 ആണ്. എന്നാൽ ചില ഓപ്ഷൻസിൽ ഈ മിനിമം 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ ഒരുപക്ഷെ 1000 രൂപ കിട്ടുന്നിരിക്കത്തില്ല. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസം വരുത്തി എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ ഫിസിക്കലി ഡിസേബിൾഡ് വ്യക്തികൾക്ക് ഈ പ്ലാൻ പർച്ചേസ് ചെയ്യുമ്പോൾ 1 ലക്ഷം എന്നുള്ള എമൗണ്ടിന് എക്സംഷൻസ് ഉണ്ട്. 50,000 വേണം നമുക്ക് തുടങ്ങി ഈ പ്ലാൻ പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇനി ഇതിനകത്ത് ഓരോ ഓപ്ഷൻസിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ആദ്യമായിട്ട് ഓപ്ഷൻസ് A. ഇതിനകത്ത് 18 വയസ്സ് മുതൽ 85 വയസ്സ് വരെ പ്രായമുള്ള വ്യക്തികൾക്ക് ഈ ഒരു ഓപ്ഷനിൽ ചേരുവാൻ സാധിക്കുന്നതായിരിക്കും. എന്നുവരെ ജീവിച്ചിരിക്കുന്നു അന്നുവരെ ഈ ചാർട്ടിൽ കാണിച്ചിരിക്കുന്നതനുസരിച്ച് പെൻഷൻ കിട്ടുന്നതായിരിക്കും. ഏതാണ്ട് 18 വയസ്സിൻ്റെ ഉദാഹരണത്തിലുണ്ട്. 18, 60, 70, 85 വയസ്സുകാരുടെ ഉദാഹരണത്തിൽ കാണിച്ചിട്ടുണ്ട്. നോക്കുക, മനസ്സിലാക്കുക. എന്നാൽ ഈ വ്യക്തി പെൻഷൻ മേടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡെത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ നോമിനി കാര്യങ്ങൾ ആരും ഒന്നും ഉണ്ടായിരിക്കത്തില്ല. നോമിനി ഈ ഓപ്ഷനിലില്ല. എന്നുവരെ ജീവിച്ചിരിക്കുന്ന അന്നുവരെ പെൻഷൻ കിട്ടും. ദെൻ ആഫ്റ്റർ തിരിച്ചൊന്നും കിട്ടുന്നതല്ല, ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് തിരിച്ച് കിട്ടുന്നതല്ല. അപ്പോൾ അത്തരത്തിലുള്ള വ്യക്തികളുമുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു പ്ലാൻ LIC ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി ഓപ്ഷൻ B കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഓപ്ഷൻ B1, B2, B3, B4. B1 എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആനുവിറ്റി സർട്ടൻ ലൈഫ് ഫോർ 5 ഇയേഴ്സ് ആൻഡ് ലൈഫ് ദെയർ ആഫ്റ്റർ. അതായത് പെൻഷൻ 5 വർഷം വരെ ഗ്യാരണ്ടീഡ് ആണ്. അതിന് ശേഷവും ജീവിച്ചിരിക്കുകയാണെങ്കിൽ ആ ഒരു പെൻഷൻ കിട്ടിക്കൊണ്ടിരിക്കും. എന്നാൽ 5 വർഷത്തിന് മുമ്പ് ഈ പെൻഷൻ മേടിക്കുന്ന ആൾക്ക് ഡെത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ നോമിനിക്ക് 5 വർഷം വരെ ഗ്യാരണ്ടീഡ് ആയിട്ട് പെൻഷൻ കിട്ടുന്നതായിരിക്കും. അതിനുശേഷം ഒന്നും കിട്ടുന്നതായിരിക്കത്തില്ല. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത അല്ലെങ്കിൽ പർച്ചേസ് വാല്യൂ നമുക്ക് തിരിച്ച് കിട്ടുന്നതായിരിക്കത്തില്ല. അതുപോലെ തന്നെയാണ് ബാക്കി ആനുവിറ്റി സർട്ടൻ ലൈഫ് ഫോർ 10 ഇയേഴ്സ്, 15 ഇയേഴ്സ്, 20 ഇയേഴ്സ് ആൻഡ് ലൈഫ് ദെയർ ആഫ്റ്റർ. ആ സെയിം റൂൾ തന്നെ ഇതിനകത്തും ആപ്ലിക്കബിൾ ആയിരിക്കും. ഇതിനകത്ത് ഞാൻ ഉദാഹരണം കാണിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിൽ കാണിച്ചിരിക്കുന്ന വ്യക്തിയുടെ ഏജ് എന്ന് പറയുന്നത് 60 വയസ്സാണ് ഏജ് കാണിച്ചിരിക്കുന്നത്. അതും മനസ്സിലാക്കുക. ഇനി ഇതിനകത്ത് C1 ആൻഡ് C2 ഓപ്ഷൻസ് ഉണ്ട്. ഇതിനകത്ത് ഏജ് 18 വയസ്സ് മുതൽ 85 വയസ്സ് വരെയാണ്. ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ലൈഫ് ആനുവിറ്റി ഇൻക്രീസ് അറ്റ് എ സിമ്പിൾ റേറ്റ് ഓഫ് 3% പെർ ഇയർ ഫോർ ഓപ്ഷൻ C1 ആൻഡ് 6% ഫോർ ഓപ്ഷൻ C2. എവറി ഇയർ 3% വെച്ച് പെൻഷൻ കൂടിക്കൊണ്ടിരിക്കും ഓപ്ഷൻ C1. അതുപോലെ തന്നെ 6% വെച്ച് കൂടിക്കൊണ്ടിരിക്കും ഓപ്ഷൻ C2. ഇതിനകത്ത് നമുക്ക് ലോൺ ഫെസിലിറ്റിയും കാര്യങ്ങളും ഒന്നുമില്ല, സറണ്ടർ വാല്യൂ ഒന്നുമില്ല, റിട്ടേൺ ഒന്നും തിരിച്ച് കിട്ടുന്നതായിരിക്കില്ല. എന്നുവരെ ജീവിച്ചിരിക്കുന്നു അന്നുവരെ പൈസ കിട്ടുന്നതായിരിക്കും. എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് 60 വയസ്സുകാരെയും 70 വയസ്സുകാരെ ഒരു ചാർട്ടാണ് കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആണോ എന്നുള്ളത് ചാർട്ട് നോക്കി മനസ്സിലാക്കുക. ഇനി നമുക്ക് ഓപ്ഷൻ D കുറിച്ച് മനസ്സിലാക്കാം. ഇതിനകത്ത് ഏജ് 18 വയസ്സ് മുതൽ 85 വയസ്സ് വരെയാണ്. പർച്ചേസ് പ്രൈസ് കാണിച്ചിരിക്കുന്നത് 50 ലക്ഷമാണ്. എന്നുവരെ ജീവിച്ചിരിക്കുന്നു അന്നുവരെ ഈ ചാർട്ട് അനുസരിച്ച് പെൻഷൻ കിട്ടുന്നതായിരിക്കും. ഇൻ കേസ് ഡെത്ത് സംഭവിച്ചെന്നാൽ ഈ എത്ര ആണ് പെൻഷൻ മേടിച്ചിരിക്കുന്നത് ഈ 50 ലക്ഷത്തിൻ്റെ ബാലൻസ് ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കുന്നതായിരിക്കും. ഓരോ അതർവൈസ് 50 ലക്ഷത്തിന് മുകളിൽ പെൻഷൻ മേടിച്ചാൽ അതൊരു ഇഷ്യൂ ആയിരിക്കത്തില്ല. പക്ഷേ 50 ലക്ഷത്തിന് താഴെയാണ് പെൻഷൻ മേടിച്ചിരിക്കുന്നതെങ്കിൽ ബാക്കി 50 ലക്ഷത്തിന് എത്ര ബാക്കിയുണ്ടോ അത് കൊടുക്കുന്നതായിരിക്കും. ഇനി നമുക്ക് ഓപ്ഷൻ E1 മുതൽ E5 വരെയുള്ള ഓപ്ഷനെ കുറിച്ച് മനസ്സിലാക്കാം. ഓപ്ഷൻ E1 പറയുന്നത്
ഈ ആനുവിറ്റി മേടിച്ചുകൊണ്ടിരിക്കുമ്പോൾ 75 വയസ്സിന് ശേഷം ഡെത്ത് സംഭവിച്ചെന്നാൽ 50% പർച്ചേസ് പ്രൈസ് തിരിച്ച് കിട്ടുന്നതായിരിക്കും. എന്നാൽ 75 വയസ്സിന് മുമ്പ് ഡെത്ത് സംഭവിച്ചെന്നാൽ പർച്ചേസ് പ്രൈസ് 100% തിരിച്ച് കിട്ടുന്നതായിരിക്കും. ഇവിടെ 100% എന്നുള്ളത് തെറ്റുപറ്റിപ്പോയതാണ്, 1005 എന്നാണ് എഴുതിയിരിക്കുന്നത്. അത് ക്ഷമ ചോദിക്കുന്നു ഞാൻ. അതുപോലെ തന്നെയാണ് ഓപ്ഷൻ E2, E3, E4. ജസ്റ്റ് ഈ പെർസെൻറ്റേജ് വ്യത്യാസമുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. E2-ൽ 75 ഇയേഴ്സ് ആണ് കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ E3-ൽ 80 ഇയേഴ്സ് ആണ് കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ E4-ൽ 80 ഇയേഴ്സ് ആണ് കാണിച്ചിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് നോക്കാം. E5-നെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പെൻഷൻ മേടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് 75 വയസ്സിന് ശേഷം 5% പർച്ചേസ് പ്രൈസിൻ്റെ 5% കൂട്ടി കിട്ടുന്നതായിരിക്കും. 95 വയസ്സ് വരെ കിട്ടുന്നത് ആയിരിക്കും. ഈ ഒരു ചാർട്ടിൽ കാണിച്ചിരിക്കുന്നത് എക്സാമ്പിളാണ് കാണിച്ചിരിക്കുന്നത്. ഓരോ E1, E2, E3, E4, E5-ൽ പോളിസി എടുക്കുമ്പോൾ കിട്ടുന്ന പെൻഷൻ റേറ്റ്, പെൻഷൻ എത്രയായിരിക്കും, അതിൻ്റെ പെർസെൻറ്റേജ് എത്രയായിരിക്കും എന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത്. പോസ് ചെയ്ത് കണ്ട് മനസ്സിലാക്കുക. ഇനി നമുക്ക് ഓപ്ഷൻ എഫിനെ കുറിച്ച് മനസ്സിലാക്കാം. ഇത് സിംഗിൾ ലൈഫ് വിത്ത് റിട്ടേൺ ഓഫ് പർച്ചേസ് പ്രൈസ് ആണ്. നമുക്ക് ഇതിനകത്ത് 18 വയസ്സ് മുതൽ 100 വയസ്സ് വരെയുള്ള വ്യക്തികൾക്ക് ചേരുവാൻ സാധിക്കുന്നതായിരിക്കും. ഇതിനകത്ത് ഡെത്ത് സംഭവിക്കുമ്പോൾ നമുക്ക് നമ്മുടെ നോമിനിക്ക് ഈ പൈസ പർച്ചേസ് പ്രൈസ് തിരിച്ച് കിട്ടുന്നതായിരിക്കും. മോസ്റ്റ്ലി സാധാരണ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാൻ തന്നെ, ഒരു ഓപ്ഷൻ തന്നെയാണിത്. കാരണം പൈസ തിരിച്ച് കിട്ടും. അങ്ങനെ ഒരു നമ്മുടെ ഇന്ത്യൻ കൾച്ചറിനനുസരിച്ച് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു ഓപ്ഷൻസാണ്. എന്നിൽ നിന്ന് എടുത്തിരിക്കുന്ന ഒരു മാക്സിമം ആൾക്കാരും ഈ ഒരു ഓപ്ഷൻ തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. വേറെ ഓപ്ഷൻ അവർ സ്വീകരിച്ചിട്ടില്ല. കാരണം ഡെത്ത് എന്ന് പറയുന്ന കാര്യം എപ്പോൾ എങ്ങനെ സംഭവിക്കുന്നു ആർക്കും പറയാൻ പറ്റത്തില്ല. ലോങ് ടൈമിൽ നമ്മൾ ജീവിച്ചിരിക്കുന്നു പറയാൻ പറ്റത്തില്ല. ഇമ്മീഡിയറ്റ് ആയിട്ട് ഡെത്ത് ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതുവരെ സമ്പാദിച്ച പൈസ ആർക്കും ഇല്ലാതായി പോകുന്നതായിരിക്കും. അതുകൊണ്ട് മാക്സിമം ആൾക്കാർ ഈ ഒരു ചോയ്സാണ്. പിന്നെ അവനവൻ്റെ ഇഷ്ടമാണ്. കാരണം നമ്മുടെ മാർക്കറ്റിലെ ഓരോ വ്യക്തികളെ മനസ്സിലാക്കിയതിന് ശേഷമാണ് ഈ എല്ലാ ഓപ്ഷൻസും ഇട്ടിരിക്കുന്നത്. ഇതിനകത്ത് പെർസെൻറ്റേജും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നോക്കുക. 60 വയസ്സുള്ള ഒരു വ്യക്തിയുടെയാണ് ഉദാഹരണത്തിൽ കാണിച്ചിരിക്കുന്നത്. ഇനി ഓപ്ഷൻ എഫിനെ കുറിച്ച് G1. ഇവിടെ തൊട്ട് ജോയിൻറ്റ് ലൈഫ് ഓപ്ഷൻസ് തുടങ്ങുവാണ് G1 മുതൽ. ഇതിനകത്ത് 18 വയസ്സ് മുതൽ 85 വയസ്സ് വരെയുള്ള വ്യക്തികൾക്ക് ചേരുവാൻ സാധിക്കുന്നതായിരിക്കും. ജോയിൻറ്റ് ലൈഫ് ആനുവിറ്റി വിത്ത് 50% ആനുവിറ്റി ടു സെക്കൻഡറി ആനുവിറ്റൻറ്റ് ഓൺ പ്രൈമറി ഡെത്ത്. അതായത് പ്രൈമറി പെൻഷനർ അല്ലെങ്കിൽ ആനുവിറ്റൻറ്റ് ഡെത്ത് സംഭവിക്കുമ്പോൾ സെക്കൻഡറി ആനുവിറ്റൻറ്റിന് 50% പെൻഷൻ കിട്ടുന്നതായിരിക്കും. ആ വ്യക്തി എന്നുവരെ ജീവിച്ചിരിക്കുന്നു അന്നുവരെ കിട്ടുന്നതായിരിക്കും. അതിനുശേഷം ഡെത്ത് സംഭവത്തിന് ശേഷം ഒന്നും കിട്ടുന്നതായിരിക്കത്തില്ല. ആ വ്യക്തി ഒരു 60 വയസ്സ്, ഇത് ജോയിൻറ്റ് ലൈഫിൻ്റെ ഏതാണ് കൊടുത്തിരിക്കുന്നത്, 60ഉം 58ഉമാണ്. അപ്പം ആ ഒരു ഏജ് ഗ്രൂപ്പിൽ ഉള്ളവർ ചേരുമ്പോൾ കിട്ടുന്ന പെൻഷൻ റേറ്റാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നോക്കുക, മനസ്സിലാക്കുക. ഇനി ഓപ്ഷൻ G2 ആണ്. G2-ൽ 18 വയസ്സ് മുതൽ 85 വയസ്സ് വരെയുള്ള വ്യക്തികൾക്ക് ചേരുവാൻ സാധിക്കുന്നതായിരിക്കും. ജോയിൻറ്റ് ലൈഫാണ്. ഇതിനകത്ത് ജോയിൻറ്റ് ലൈഫ് ഇമ്മീഡിയറ്റ് ആനുവിറ്റി വിത്ത് 100% ആനുവിറ്റി ടു സെക്കൻഡറി ആനുവിറ്റൻറ്റ് ഓൺ പ്രൈമറി ആനുവിറ്റൻറ്റ് ഡെത്ത്. അതായത് പ്രൈമറി ആനുവിറ്റൻറ്റ് എന്നിവർ ജീവിച്ചിരിക്കുന്നു, അതിന് ഡെത്ത് സംഭവിക്കുന്നു. അതിനുശേഷം സെക്കൻഡറി ആനുവിറ്റൻറ്റിന് 100% പെൻഷൻ കിട്ടുന്നതായിരിക്കും. സെക്കൻഡറി ആനുവിറ്റന് ഡെത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നമുക്ക് കിട്ടുന്നതായിരിക്കത്തില്ല. ഓപ്ഷൻ H1-നെ കുറിച്ച് പറയുമ്പോൾ 18 വയസ്സ് മുതൽ 85 വയസ്സ് വരെ പ്രൈമറി വ്യക്തികൾക്ക് ചേരുവാൻ സാധിക്കുന്നതായിരിക്കും. ഇതിനകത്ത് ജോയിൻറ്റ് ലൈഫ് ആനുവിറ്റി ഇൻക്രീസിങ് അറ്റ് 3% പെർ ആനം വിത്ത് 50% ആനുവിറ്റി ടു സെക്കൻഡറി ആനുവിറ്റൻറ്റ്. അതായത് പ്രൈമറി ആനുവിറ്റൻറ്റ് എന്ന് ജീവിച്ചിരിക്കുന്നു അന്ന് വരെ 3% എവറി ഇയറിൽ പെൻഷൻ ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കും. ഫസ്റ്റ് പ്രൈമറി ആനുവിറ്റൻറ്റ് ഡെത്ത് സംഭവത്തിന് ശേഷം 50% സെക്കൻഡറി ആനുവിറ്റൻറ്റ് പെൻഷൻ കിട്ടുന്നതായിരിക്കും. അതിനുശേഷം നമുക്ക് പർച്ചേസ് പ്രൈസ് യാതൊന്നും തിരിച്ച് കിട്ടുന്നത് ആയിരിക്കത്തില്ല. ഉദാഹരണം കാണിച്ചിട്ടുണ്ട്. 60 വയസ്സോ 58 വയസ്സുമുള്ള വ്യക്തികൾ ചേരുമ്പോൾ ഉള്ള ഒരു റേറ്റാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. നോക്കുക, മനസ്സിലാക്കുക. ഇതിനകത്ത് ഓപ്ഷൻ H2 ആണ് കാണിച്ചിരിക്കുന്നത്. H1-ൽ 3% ഇൻക്രീസ് ആയിരുന്നു കാണിച്ചിട്ടുള്ളത്. ഇതിനകത്ത് ജസ്റ്റ് 6% പെർ ആനം ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കും. പ്രൈമറി ആനുവിറ്റിന് ഡെത്ത് സംഭവത്തിന് ശേഷം സെക്കൻഡറി ആനുവിറ്റിന് 50% വെച്ച് കിട്ടിക്കൊണ്ടിരിക്കുന്നതായിരിക്കും. ഉദാഹരണത്തിൽ കാണിച്ചിരിക്കുന്നത് 60നും 38 വയസ്സും പ്രായമുള്ള വ്യക്തി എടുക്കുമ്പോൾ ഉള്ള ഒരു റേറ്റാണ് കാണിച്ചിരിക്കുന്നത്. നോക്കുക, മനസ്സിലാക്കുക. ഇവിടെ ഓപ്ഷൻ I1 ആണ് കാണിച്ചിരിക്കുന്നത്. 18 വയസ്സ് മുതൽ 85 വയസ്സ് വരെ പ്രായമുള്ള വ്യക്തികൾക്ക് ഇതിനകത്ത് ചേരുവാൻ സാധിക്കുന്നതായിരിക്കും. ജോയിൻറ്റ് ലൈഫാണ്. പ്രൈമറി 3% വെച്ച് ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കും. പ്രൈമറി ആനുവിറ്റിന് ഡെത്ത് സംഭവത്തിന് ശേഷം സെക്കൻഡറി ആനുവിറ്റിന് 100% പെൻഷൻ കിട്ടുന്നതായിരിക്കും. അതിനുശേഷം നമുക്ക് പർച്ചേസ് പ്രൈസ് ഒന്നും തിരിച്ച് കിട്ടുന്നതായിരിക്കത്തില്ല. കൺഫ്യൂഷൻ ആകേണ്ട ആവശ്യമില്ല. നിങ്ങൾ പോസ് ചെയ്ത് വളരെ കൃത്യതയോടുകൂടി മനസ്സിലാക്കിയാൽ മതി. ഞാൻ ഓടിച്ചോടിച്ച് പോകുന്നു എന്ന് മാത്രം. ഇത് ഓപ്ഷൻ I2 ആണ്. 18 വയസ്സിനും 85 വയസ്സ് പ്രായമുള്ള വ്യക്തികൾക്ക് ചേരുവാൻ സാധിക്കുന്നതായിരിക്കും.
എന്നുവരെ ഇവിടെ എവറി ഇയറിൽ 6% നമുക്ക് പെൻഷൻ കൂടിക്കിട്ടിക്കൊണ്ടിരിക്കുന്നതായിരിക്കും. സെക്കൻഡറി അതുപോലെ തന്നെ പ്രൈമറി ആനുവേഷനും ഡെത്ത് സംഭവിച്ച ശേഷം സെക്കൻഡറി ആനുവേഷനും ഈ 100% വരെ പെൻഷൻ കിട്ടുന്നതായിരിക്കും. സെക്കൻഡറി ആനുവേഷൻ ഡെത്ത് സംഭവിച്ചതിന് ശേഷം നമുക്ക് പർച്ചേസ് പ്രൈസ് ഒന്നും തിരിച്ച് കിട്ടുന്നതായിരിക്കത്തില്ല. ചാർട്ട് നോക്കുക, മനസ്സിലാക്കുക എത്ര ശതമാനം പെൻഷൻ കിട്ടുമെന്ന് നോക്കുക, മനസ്സിലാക്കുക. ഇതും നമ്മുടെ ഇന്ത്യൻ കൾച്ചറനുസരിച്ച് കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു ഓപ്ഷനാണിത്. ഓപ്ഷൻ ജെ ജോയിൻറ്റ് ലൈഫ് ആണ്. നമുക്ക് ഇതിനകത്ത് എൻട്രി ഏജ് 18 വയസ്സ് മുതൽ 85 വയസ്സ് വരെ പ്രായമുള്ള വ്യക്തികൾക്ക് ചേരുവാൻ സാധിക്കുന്നതായിരിക്കും. ജോയിൻറ്റ് ലൈഫ് ആനുവിറ്റി വിത്ത് 100% ആനുവിറ്റി പേയബിൾ ടു ദി സർവൈവർ ആൻഡ് റിട്ടേൺ ഓഫ് പർച്ചേസ് പ്രൈസ്. ജോയിൻറ്റ് ലൈഫ് ആണ്. പ്രൈമറി ആനുവിറ്റിന് ഡിസംബറിന് ശേഷം സെക്കൻഡറി ആനുവിറ്റിന് അല്ലെങ്കിൽ ആരാണ് സർവൈവ് ചെയ്യുന്നത് രണ്ടുപേർക്കും പെൻഷൻ കിട്ടുന്നതായിരിക്കും. അതിനുശേഷം നോമിനി ആരാണോ അവർക്ക് കിട്ടുന്നതായിരിക്കും. ഈ ഒരു പെർസെൻറ്റേജും കാര്യങ്ങളൊക്കെ നോക്കുക. ഞാൻ ഉദാഹരണത്തിൽ കാണിച്ചിരിക്കുന്നത് 60 വയസ്സും 58 വയസ്സിനും പ്രായമുള്ള വ്യക്തികളെ ആണ് കാണിച്ചിരിക്കുന്നത്. ഇത്രയും കേട്ടതിന് ശേഷം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിരിക്കും ഇതിനകത്ത് ഏതൊക്കെ ഓപ്ഷനകത്താണ് ഡെത്ത് ബെനിഫിറ്റ് കിട്ടുന്നതെന്നോ ഓപ്ഷൻ കൺഫ്യൂഷൻ ആയിക്കാണും. ഞാൻ ലാസ്റ്റ് ഒരു ചാർട്ട് കൊടുത്തു എന്ന് മാത്രം. അതായത് ഓപ്ഷൻ ഡി, E1, E2, E3, E4, E5, F ആൻഡ് ജെയ്ക്കകത്ത് നമുക്ക് ഡെത്ത് ബെനിഫിറ്റ് കിട്ടുന്നതായിരിക്കും. ബാക്കി ഓപ്ഷൻസിലൊന്നും ഡെത്ത് ബെനിഫിറ്റ് കിട്ടുന്നത് ആയിരിക്കത്തില്ല. എല്ലാവർക്കും ഈ ഒരു പ്ലാനിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കിട്ടി എന്ന് ഞാൻ വിചാരിക്കുന്നു, അല്ലെങ്കിൽ മനസ്സിലാക്കി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ തന്നിരിക്കുന്ന വാട്സപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് ഇട്ടാൽ മതി. നിങ്ങളുടെ ഏജ് അനുസരിച്ച് പ്രസൻറ്റേഷൻ അയച്ചു തരുന്നതായിരിക്കും, ബ്രീഫ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഏത് ഓപ്ഷനാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയതിന് ശേഷം പ്ലാൻ പർച്ചേസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു. ഇത്രയും നേരം എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.